ഞാൻ ഈ സിനിമ കണ്ടതാണ്. 5 ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ സിനിമ കണ്ടതാണ്. ഞാൻ എടുത്തു പറയേണ്ട 2 പെർഫോമൻസ് യദു കൃഷ്ണൻ ബൈജു, സന്തോഷ് കുമാർ, ലായസ്, ബൈജു, അവർ രണ്ടുപേരും കൂടി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. വളരെ മനോഹരമായിട്ടാണ്. ഒരു എന്റർടൈൻമെന്റ് ആണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഈ സിനിമയിലെ പിരിമുറുക്കം മുഴുവൻ ഒരു ഭയമുണ്ടാക്കുന്ന 2 പെർഫോമൻസസ് ആണ് യദു കൃഷ്ണൻ. അതുപോലെ തന്നെ ഒരുപക്ഷെ നമുക്ക് ശ്രീ രാജൻ പി ദേവിലൂടെയും NF വർഗീസിലൂടെയും ഒക്കെ നഷ്ടപ്പെട്ട ഒരു സിനിമയിലെ പ്രകടനത്തിന്റെ ഒരു സുഖമാണ്. ആ സുഖത്തിന്റെ ഒരു അംശം ഈ 2 കലാകാരന്മാർക്ക് തിരിച്ച് കൊണ്ടുവരുവാനോ അവർക്ക് പുതിയ സിനിമയിലെ കഥാപാത്രങ്ങളുടെ ആലേഖനത്തിൽ പുതിയ മേച്ചിൽപ്പുറങ്ങളിലേക്ക് കടക്കാൻ സാധിക്കുമെന്ന് ഞാൻ അമിതമായി വിശ്വസിക്കുന്നു. ഇതില് ഈ കാണുന്ന എല്ലാവരുടെയും മുഖം എനിക്ക് നന്നായി ഓർമ്മ വരുന്നു. 2022-23 ഷൂട്ട് ചെയ്തെങ്കിലും ഒരു 5 ദിവസം മുമ്പ് ആ സിനിമ കണ്ടതുകൊണ്ട് എനിക്ക് എല്ലാവരെയും ഇന്നലെ ഷൂട്ടിംഗ് തീർന്നതുപോലെ തന്നെ ഓർമ്മ വരുന്നത്. എല്ലാവരും ഈ സിനിമയിൽ അവരവരുടെ ഭാഗങ്ങൾ വളരെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിന് പ്രത്യേകിച്ച് എല്ലാവരെയും ഇതെല്ലാം കമ്പൈൽ ചെയ്ത് ഡയറക്ടറെയും നന്നായി ഇത് എഡിറ്റ് ചെയ്ത് ചേർത്ത് പല നല്ല ഭാഗങ്ങളും സംജത്തും കുറച്ച് കളഞ്ഞിട്ടുണ്ട്. അതിന് എന്റെ വക നല്ലൊരു സമ്മാനം പിന്നെ ഉണ്ടാവുന്നുണ്ട്. വളരെ നല്ല ചില പക്ഷെ all what was strictly relevant have been put into place. വളരെ മനോഹരമായിട്ട് അതിന്റെ ഒരു ഒഴുക്ക് ഒട്ടും കെട്ടുപോകാത്ത രീതിയിലാണ്. എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ഇതിന് ഞാൻ JSK എന്നല്ല വോയിസ് ഓഫ് ജാനകി എന്ന് വിശേഷിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ I would request, as a prayer to Anupama Parameshwar, a wonderful performer in this film. ഇനി എന്റെ മനസ്സിലുള്ളതാണ് ഒരു അവാർഡൊക്കെ കിട്ടണമെന്ന് ഞാൻ ഈ വേദിയിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. The performance was worth it. പക്ഷെ we would like to listen to the voice of Janaki. ഈ സിനിമയിൽ നമ്മൾ ഇതിനകത്ത് ഒരു സ്നിപ്പറ്റ് ഷോട്ടിൽ കണ്ടതാണ്, കേട്ടതാണ്. ഒരു സ്ക്രീമുണ്ട്. ആ സ്ക്രീൻ ഈ സിനിമയിൽ വരുന്ന മൊമെന്റ് എന്ന് പറയുന്നത് ഒരുപക്ഷെ നമ്മളുടെ അലർച്ചയാണ് ജാനകി ആ മൊമെന്റിൽ അലർന്നത് നമ്മൾ കേൾക്കുന്നു. ഈ ഒരു ഇവന്റ് ഇവിടെ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഇന്ന് രാത്രി വീട്ടിലേക്ക് പോയി ഒരു കാസ്റ്റിംഗ് ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യണം. നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നോക്കിയെടുക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാൻ ഈ റിക്വസ്റ്റ് വെക്കുന്നത്. ഇതെന്റെ സ്ക്രീനല്ല, ഒരുപാട് കഷ്ടപ്പെട്ട് സഫർ ചെയ്യുന്ന ഒരുപാട് പെൺകുട്ടികളുടെ സ്ക്രീനുണ്ട്. ആ സ്ക്രീൻ എല്ലാവരും കേൾക്കണം. ആ സ്ക്രീനിലെ വേദന എല്ലാവരും മനസ്സിലാക്കണം. That's very well said by the voice of Janaki Pranam to complete dialogue. Thanks a lot. Suresh, ഒരു റിക്വസ്റ്റ് ഉണ്ട്. സുരേഷ് പറഞ്ഞ മുമ്പാവല്ലോ ആ ഒരു voice of Janaki മൂവിയിലെ ഏറ്റവും വലിയ മൊമെന്റം. പക്ഷെ ഞങ്ങൾക്ക് സുരേഷേട്ടനെ ഇഷ്ടപ്പെടുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും സുരേഷേട്ടനെ കാണുമ്പോൾ ഞങ്ങളുടെ മനസ്സിൽ ഓടി വരുന്നത് ഇപ്പോൾ സുരേഷേട്ടന്റെ ഡയലോഗ്സ് ആണ്. ഞങ്ങൾക്ക് വേണ്ടി ഒരു ഡയലോഗ് can you deliver it for all of us, for people on the stage, off stage, എന്തെങ്കിലും ഒരു ഡയലോഗ് for us. ഈ സിനിമയിലാവും അല്ലെങ്കിൽ ഞങ്ങൾ സുരേഷേട്ടനെ ആഘോഷിക്കുന്ന ഒരുപാട് ഡയലോഗുകളുണ്ട്. സുരേഷേട്ടന് ഇഷ്ടമുള്ള വിവിരോഗ്യമുണ്ട്. മോഹൻ തോമസിന്റെ ഉച്ചിഷ്ടം അവേദ്യവും കൂട്ടിക്കൊഴിച്ച് 4 നേരം വെട്ടുകിഴുങ്ങി ഏമ്പക്കവും വിട്ട് ആസനത്തിൽ വാലും ചുരുട്ടി വെച്ച് അവന്റെ കാൽ ചുവട്ടിൽ കിടക്കുന്ന നിന്നെ പോലുള്ള പരമനാറികൾക്ക്
നായർ എന്ന പേര് ചേർന്നു, എനിക്ക് ചേരില്ല. ഓർത്തോ, ഐ ആം ഭരത് ചന്ദ്രൻ. Just remember that. It's been years